നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാതെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനായി സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ പരിശോധിക്കാൻ UKയും സഖ്യരാഷ്ട്രങ്ങളും തീരുമാനിച്ചതായി വിദേശകാര്യ സെക്രട്ടറി യേറ്റ് കൂപ്പർ അറിയിച്ചു. വ്യാഴാഴ്ച നടന്ന വെർച്വൽ ഉച്ചകോടിയിൽ 40-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഗൾഫ് മേഖലയിലെ പ്രധാന കടൽ ഗതാഗത പാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സഖ്യ സംഘടനാ രൂപീകരണത്തിന് തുടക്കമായാണ് ഈ യോഗം വിലയിരുത്തുന്നത്. ഇറാനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ യുണൈറ്റഡ് നേഷൻസ് വഴിയും മറ്റ് സാമ്പത്തിക നടപടികളിലൂടെയും നീങ്ങാനാണ് രാജ്യങ്ങൾ ആലോചിക്കുന്നത്. കൂടാതെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ച് കുടുങ്ങിയ കപ്പലുകളുടെ ഗതാഗതം പുനരാരംഭിക്കാൻ ശ്രമങ്ങളും നടക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് കൂപ്പർ വ്യക്തമാക്കി. ക്ലാഫം പ്രദേശത്തുണ്ടായ അക്രമ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി മേയർ സാദിഖ് ഖാൻ രംഗത്തെത്തി. കടയുടമകളെയും ജീവനക്കാരെയും ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ പ്രയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈസ്റ്റർ വാരാന്ത്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർ ഒരിക്കൽ കൂടി ചിന്തിക്കണമെന്നും ഖാൻ മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. സോഷ്യൽ മീഡിയ ട്രെൻഡ് പിന്നിൽ ദക്ഷിണ പടിഞ്ഞാറൻ ലണ്ടനിലെ ക്ലാഫത്തിൽ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട ഇതുവരെ 6 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റേസ് ദി കളേഴ്സ് സഹസ്ഥാപകൻ റയാൻ ബ്രിഡ്ജ് അറസ്റ്റ്. റേസ് ദി കളേഴ്സ് എന്ന സംഘത്തിന്റെ സഹസ്ഥാപകനായ റയാൻ ബ്രിഡ്ജിനെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തതായും പിന്നീട് ജാമ്യത്തിൽ വിട്ടതായും അധികൃതർ അറിയിച്ചു. ഇംഗ്ലണ്ടിലുടനീളം യൂണിയൻ ജാക്ക്, സെന്റ് ജോർജ് പതാകകൾ സ്ഥാപിച്ച ഈ സംഘം കുടിയേറ്റ വിരുദ്ധ പ്രസ്താവനകൾ പ്രചരിക്കുന്നുവെന്ന വിമർശനവും നേരിടുന്നുണ്ട്. ഓക്സ്ഫോർഡിലെ അമിംഗ്ടൺ റോഡിൽ നടന്ന സംഭവങ്ങളെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. സംഘം അടുത്തിടെ ഓക്സ്ഫോർഡ് ഷെയർ മേഖലയിൽ പതാകകൾ സ്ഥാപിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. തുടർന്ന് ഓക്സ്ഫോർഡ് ഷെയർ കൌണ്ടി കൌൺസിൽ സംഘം പതാക സ്ഥാപിക്കൽ നിർത്തണമെന്ന നിയമ നോട്ടീസ് നൽകിയിരുന്നു. UKയിൽ ഈ വാരാന്ത്യത്തിൽ ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. സ്ട്രോങ് ടേപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് ഈസ്റ്റർ വാരാന്ത്യത്തിൽ UKയുടെ വടക്കൻ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കും. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും കാറ്റിനും മഞ്ഞുവീഴ്ചയ്ക്കുമായി യെല്ലോ അലർട്ടുകൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന ശക്തമായ ലോ പ്രഷർ മേഖലയാണ് ഇതിന് കാരണം. സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വടക്കൻ ഇംഗ്ലണ്ട്, വെയിൽസ് തുടങ്ങിയ മേഖലകളിൽ മണിക്കൂറിൽ 50 മുതൽ 60 മൈൽ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 70 വരെ ശക്തമായ കാറ്റ് അനുഭവപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിൽ 80 മുതൽ 90 mph വരെ കാറ്റ് ശക്തിപ്പെടാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ശക്തമായ കാറ്റ് മൂലം വൈദ്യുതി തടസ്സം, ഗതാഗത തടസ്സം എന്നിവ ഉണ്ടായേക്കാമെന്നും പൊതുജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ച ആർട്ടിമസ് 2 മിഷൻ വിജയകരമായി നിർണായക ഘട്ടത്തിലെത്തിയിട്ടു. ദൌത്യത്തിലെ പ്രധാന ഘടകമായ ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷൻ ബേൺ ആരംഭിച്ചു. ഈ ബേൺ പൂർത്തിയായതോടെ ഓറിയൻ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട ചന്ദ്രന്റെ ദൂരവശത്തേക്കുള്ള യാത്രയ്ക്ക് തിരിഞ്ഞു. ഏറ്റവും കുറഞ്ഞ ഭ്രമണ ഉയരത്തിലുള്ളപ്പോൾ നടത്തിയ ഈ എഞ്ചിൻ പ്രവർത്തനം ദൌത്യത്തിലെ നിർണായക ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ അസ്ട്രോണോട്ടുകളും ആരോഗ്യസ്ഥിതിയിൽ സുഖകരമായി ഇരിക്കുകയാണെന്ന് നാസയും അറിയിച്ചു. ഈ ദൌത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങില്ല. ഓറിയോൺ ചന്ദ്രനെ ചുറ്റി ഭ്രമണം ചെയ്ത് ഭൂമിയിലേക്ക് മടങ്ങും. സാധാരണയായി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്താൻ ഏകദേശം 3 മുതൽ 5 ദിവസങ്ങൾ വരെ സമയമെടുക്കും. 1960-70 കാലഘട്ടത്തിലെ അപ്പോളോ പ്രോഗ്രാമിന് ശേഷം മനുഷ്യരെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാന ദൌത്യങ്ങളിൽ ഒന്നാണത്. പ്രവാസ ലോകത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകയാകുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സ്കോട്ട്ലൻഡ് യൂണിറ്റ്. ആലപ്പുഴ ഗാന്ധി ഭവൻ സ്നേഹവീടിലെ 16 മുതിർന്ന പൌരന്മാർക്ക് പ്രതിമാസം ഭക്ഷണം എത്തിക്കുന്ന വിപുലമായ ചാരിറ്റി പദ്ധതിക്ക് സംഘടന ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. IOC സ്കോട്ട്ലൻഡ് യൂണിറ്റ് പ്രസിഡന്റ് മിഥുൻ മോഹന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ചാരിറ്റി പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സുനിൽ പായിപ്പാട്, നാഷണൽ കമ്മിറ്റി അംഗം ഷോബിൻ സാം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു വർഗീസ്, ഡയാന പോളി, അംബ്ലി പ്രതീഷ്, ഷിജി, നിഖിത, ഡാനി, അലക്സ് എന്നിവർ ചേർന്ന് പദ്ധതിയുടെ ഏകോപനം നിർവഹിച്ചു. ഓരോ മാസവും മുടക്കമില്ലാതെ ഈ കാരുണ്യ പ്രവർത്തനം തുടരാനാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സ്കോട്ട്ലൻഡ് യൂണിറ്റിന്റെ തീരുമാനം. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഏപ്രിൽ മാസത്തെ വിഹിതമായ 5000 രൂപ ആലപ്പുഴ ഗാന്ധി ഭവൻ അധികൃതർക്ക് കൈമാറി. സംഘടനയിലെ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് ഈ സഹായം എത്തിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം ജന്മനാട്ടിലെ അശരണരായവർക്ക് തണലാവുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ ഉദ്യമനത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി.
രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകുന്ന IOC സ്കോട്ട്ലൻഡിന്റെ പ്രവർത്തനങ്ങളെ സ്കോട്ട്ലൻഡിലെ മലയാളി സമൂഹവും പ്രശംസിച്ചു. സൗജന്യ മാത്തമാറ്റിക്സ് വർക്ക്ഷോപ്പുകൾ പോലുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾക്ക് പുറമെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സ്കോട്ട്ലൻഡിലെ ഇന്ത്യൻ വംശജർക്കിടയിൽ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുകയാണ് IOC സ്കോട്ട്ലൻഡിലൂടെ. വരും ദിവസങ്ങളിൽ കൂടുതൽ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. UK-യിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലെസ്റ്ററിന്റെ ഉൾക്കൊള്ളിക്കലിന്റെ മൂല്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക ഭക്ഷ്യപരിപാടി ശ്രദ്ധേയമായി. മാർച്ച് 27 ഉച്ചയ്ക്ക് നടന്ന ഈ പ്രത്യേക സംഗമം സഹപ്രവർത്തകരെ വിവിധ സംസ്കാരങ്ങളിലേക്ക് അടുത്തുകൊണ്ടുവന്ന ഒരു സൗഹൃദ വേദിയായി മാറി. ഇന്ത്യയിൽ നിന്നുള്ള സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കേരളത്തിന്റെ സമ്പന്നമായ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങൾ മുഖ്യ ആകർഷണമായി മാറിയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകർ ഒരുമിച്ച് കൂടിയതോടെ സൗഹൃദ സംഭാഷണങ്ങളും സംസ്കാരപരമായ അനുഭവ പങ്കുവെക്കലുകളും നിറഞ്ഞ അന്തരീക്ഷവും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഓരോ വിഭവത്തിന്റെയും പിന്നിലെ സാംസ്കാരിക പശ്ചാത്തലവും തയ്യാറാക്കുന്ന രീതിയും സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവച്ചത് പരിപാടിയെ കൂടുതൽ അറിവേകുന്നതാക്കി മാറ്റിയിരുന്നു. കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിന്റെ സവിശേഷതകൾ, നാടൻ ചേരുവകൾ, സമൃദ്ധമായ മസാലകളുടെ ഉപയോഗം, ആരോഗ്യകരമായ പാചക രീതികൾ എന്നിവ പങ്കെടുത്തവർക്ക് പുതിയ അനുഭവമായി മാറിയിരുന്നു. ഒരേ സമയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും പ്രതിഫലിപ്പിച്ചു. ഇത്തരത്തിലുള്ള പരിപാടികൾ സഹപ്രവർത്തകരെ കൂടുതൽ അടുത്ത് ബന്ധിപ്പിക്കുകയും പരസ്പര ബഹുമാനവും മനസ്സിലാക്കിക്കലും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇത്തരം സാംസ്കാരിക ഇടപെടലുകൾ ഭാവിയിലും തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. സഹപ്രവർത്തകരുടെ ആവേശകരമായ പങ്കാളിത്തവും പിന്തുണയും ഇത്തരം പരിപാടികളുടെ വിജയത്തിന് പ്രധാന കാരണമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പാലക്കാട് വടുക്കുംതറയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. BJP കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്നും നിയമാനുസൃത പ്രചാരണാവകാശം നിഷേധിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ഇന്നലെ രാത്രി BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ബാവാലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി അദിനാൻ, പതിമംഗലം സ്വദേശി ആഷിഖ് എന്നിവരാണ് മരിച്ചത്. കൊടുവള്ളിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു ഇവർ. വിനോദയാത്രയ്ക്കായി എത്തിയവർ മുങ്ങി മരിക്കുകയായിരുന്നു. 3 വിദ്യാർത്ഥികൾ പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തി. കുട്ടികളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.